കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗും CPM-ഉം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന നിയമസഭാ മണ്ഡലങ്ങളൊന്നാണ് കൊടുവള്ളി. ഡോക്ടർ MK മുനീറാണ് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA. 2026 പോരാട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയായി ലീഗ് പരിഗണിക്കുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയാണ്. കഴിഞ്ഞ തവണ താനൂരിൽ പരാജയപ്പെട്ട ഫിറോസിന് ഇത്തവണ സുരക്ഷിത മണ്ഡലം കൊടുക്കണം എന്ന അഭിപ്രായം ലീഗ് സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. നിലവിലെ MLA MK മുനീറിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മുനീറിന് സീറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ മുനീർ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. മുനീർ മത്സരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞാൽ അതിന് സമ്മതം മൂളാൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ തയ്യാറായേക്കും. LDF സ്ഥാനാർത്ഥിയായി CPM പരിഗണിക്കുന്നത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിനെയാണ്. സ്വന്തം ജില്ലയിൽ തന്നെ ഇത്തവണ മത്സരിക്കാൻ വസീഫിന് അവസരം ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ മുഹമ്മദ് റിയാസിനോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് വസീഫ്. കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരും വസീഫിനായി CPM പരിഗണിക്കുന്ന മണ്ഡലമാണ്. വ്യവസായി കാരാട്ട് ഫൈസലും CPM-ന്റെ പട്ടികയിലുണ്ട്. ലീഗ് കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഫൈസലിന് കഴിയും എന്ന വാദവും ചില CPM നേതാക്കൾ ഇതിനോടകം തന്നെ ഉയർത്തുന്നുണ്ട്. AP, EK സമസ്ത വിഭാഗങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ മുസ്ലിം സംഘടനകൾക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉള്ള മണ്ഡലം കൂടെയാണ് ഈ കൊടുവള്ളി. ഇതിൽ AP വോട്ടുകൾ കൂടെ സമാഹരിക്കാനാണ് UDF ശ്രമിക്കുന്നത്. BJPക്ക് ഒരു ശക്തിയുമില്ലാത്ത അവർ ദുർബലമായ ഒരു മണ്ഡലമാണ് കൊടുവള്ളി. PK ഫിറോസും V വസീഫും തമ്മിൽ ഏറ്റുമുട്ടിയാൽ സംസ്ഥാനത്തെ 2 യുവജന സംഘടനാ നേതാക്കളുടെ മത്സരം ഇത്തവണ കൊടുവള്ളിയിൽ കാണാം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF വലിയ ലീഡ് മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. എങ്കിലും കൊടുവള്ളിയുടെ ചരിത്രത്തിലെ നല്ലൊരു പോരാട്ടമാണ് ഇത്തവണ അവിടെ പ്രതീക്ഷിക്കുന്നത്.